Welcome to class 11 physics for HSC, CBC and IC students. And this is class P91 calorimetry. Calorimetry means measurement of heat. Today, the topic of class 11 physics is calorimetry, measurement of heat. അപ്പോൾ ഇന്ന് കാലോറിമെട്രി എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ പറയുന്നത്. ഈ കലോറിമെട്രി എന്ന് പറഞ്ഞാൽ മെഷർമെൻറ്റ് ഓഫ് ഹീറ്റ് എന്നാണ്, താപം അളക്കുന്ന രീതി. അതാണ് ഇന്ന് പറയുന്നത്. ക്ലാസ് P91. So it is written here, calorimetry means measurement of heat. And for that you have to study first what is the unit of heat. Since heat is a form of energy, it is measured in joule. Since heat is a form of energy, it is measured in joule. The joule in the same way as other forms of energy. എല്ലാ എനർജിയും നമ്മൾ അളക്കുന്നത് ജൂളിലാണ്. അതുകൊണ്ട് ഹീറ്റും അളക്കുന്നത് ജൂളിലാണ്. വർക്കിൻ്റെ യൂണിറ്റ് തന്നെ. ഹിസ്റ്റോറിക്കലി വാട്ടർ വാസ് ദി സ്റ്റാൻഡേർഡ് സബ്സ്റ്റൻസ് ഫോർ ഡെയിലി ഹീറ്റ് യൂണിറ്റ്സ്. ദിസ് യൂണിറ്റ് ഈസ് കോൾഡ് കലോറി. ഇപ്പോൾ വാട്ടറാണ് നമ്മൾ നേരത്തെ ഈ ഹീറ്റ് വാട്ടർ ചൂടാക്കുന്നത്. 1 ഗ്രാം വാട്ടറിനെ 1 ഡിഗ്രി സി ചൂടാക്കുന്നതിന് ആവശ്യമായ ഹീറ്റാണ് കലോറി. അതുകൊണ്ടാണ് ഈ കലോറി പണ്ട് മുതലേ സ്വീകരിക്കാൻ കാരണം. ഒരു കലോറി 4.2 ജൂളിന് തുല്യമാണ്. കലോറി ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി amount of heat required to raise the temperature of 1 gram of water through 1 degree C, 1K, that is from 14.5 degree C to 15.5 degree C. അപ്പോൾ എക്സാക്ട് ഡെഫിനിഷൻ, ഇപ്പോൾ ടെമ്പറേച്ചർ റേഞ്ച് മാറിയാൽ ഈ ഹീറ്റ് സപ്ലൈഡിന് ഒരു ചെറിയൊരു മാറ്റം ഉണ്ടാകും. അപ്പോൾ കലോറി ഇൻ്റർനാഷണലായിട്ട് ഡിഫൈൻ ചെയ്യുന്നത് 1 K ചൂടാക്കുക എന്ന് പറയുമ്പോൾ അത് 14.5 Kയിൽ നിന്ന് 15.5 Kയിൽ 14.5 ഡിഗ്രി സിയിൽ നിന്ന് 15.5 ഡിഗ്രി സിയിലേക്ക് ചൂടാക്കുന്ന ഹീറ്റാണ് ഒരു കലോറി ആയിട്ട് നമ്മൾ എടുക്കുക. യൂണിറ്റ് ഓഫ് കലോറി, ഇൻ്റർനാഷണൽ കലോറി. 1 കലോറി ഈസ് 4.2 ജൂൾ. 4.2 ജൂൾ എന്ന് എഴുതിയാൽ മതി, ജൂൾസ് എന്ന് വേണമെന്നില്ല. 1 കലോറി ഈസ് 4.2 ജൂൾ. Specific heat capacity of a substance, or we simply say specific heat. Specific heat capacity can be also said as specific heat. It is the quantity of heat required to raise the temperature of 1 gram of substance to 1 Kelvin. 1 കിലോഗ്രാം വസ്തുവിൻ്റെ ഹീറ്റ് യൂണിറ്റ് മാസ്, അത് 1 കിലോഗ്രാമാണ് സാധാരണ എടുക്കുന്നത് SIയിൽ. 1 കിലോഗ്രാം വസ്തുവിൻ്റെ മാസ് 1 K ചൂടാക്കുന്നതിന് ആവശ്യമായ ഹീറ്റിനെ വിളിക്കുന്ന പേരാണ് അതിൻ്റെ സ്പെസിഫിക് ഹീറ്റ്. The unit is joule kg raised to -1 K raised to -1. Dimension is L square T raised to -2 K raised to -1. Then heat capacity of a body, heat capacity of a substance, it is defined as the quantity of heat required to raise the temperature of the substance by 1 Kelvin. ഒരു വസ്തുവിൻ്റെ, 1 ഗ്രാം എന്ന് പറയത്തില്ല, ഒരു വസ്തുവിൻ്റെ ഊഷ്മാവ് 1 K ചൂടാക്കുന്നതിന് ആവശ്യമായ ഹീറ്റ്, അതിനാണ് അതിൻ്റെ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. Unit is J K raised to -1. Heat capacity we express by a unit J K raised to -1. Then water equivalent. It is the water equivalent body is the mass of water having the same heat capacity as the given body. ഒരു വസ്തുവിൻ്റെ അത്രയും ഹീറ്റ് കപ്പാസിറ്റി ഉള്ള വാട്ടറിൻ്റെ മാസിനെ, വിളിക്കുന്ന പേര് വാട്ടർ ഇക്വലൻറ്റ്. ആൻഡ് വാട്ടർ ഇക്വലൻറ്റ് ഈസ് ഗിവൺ ബൈ ദ റിലേഷൻ heat capacity of body by specific heat of water. And the specific heat of water is 4200 joule kg raised to -1 K raised to -1, or 4185, exactly 4185 joule kg raised to -1 K raised to -1. വാട്ടർ ഇക്വലൻറ്റ് CGC പറയുമ്പോൾ അത് അതിൻ്റെ ഹീറ്റ് കപ്പാസിറ്റി തന്നെയാണ്. SIയിൽ പറയുമ്പോൾ വാട്ടർ ഇക്വലൻറ്റും ഹീറ്റ് കപ്പാസിറ്റി ആയിട്ട് ചെറിയ വ്യത്യാസമുണ്ട്. വാട്ടർ ഇക്വലൻറ്റ് ഇവിടെ ഹീറ്റ് കപ്പാസിറ്റി ബൈ സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടറാണ്. CGSൽ സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ 1 ആയതുകൊണ്ട് CG സിസ്റ്റത്തിൽ വാട്ടർ ഇക്വലൻറ്റും ഹീറ്റ് കപ്പാസിറ്റി 1 ആണ്. മാസ് ഇൻറ്റു C MC ആയിരിക്കും.
ഇനി റിലേഷൻ ബിറ്റ്വീൻ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ആൻഡ് റൈസ് ഓഫ് ടെമ്പറേച്ചർ ഓർ എക്സ്പ്രഷൻ ഫോർ എമൗണ്ട് ഓഫ് ഹീറ്റ്. എക്സ്പ്രഷൻ ഫോർ എമൗണ്ട് ഓഫ് ഹീറ്റ്, അതായത് കിലോഗ്രാം വസ്തുവിനെ T ചൂടാക്കിയാൽ ആവശ്യമായ ഹീറ്റ്, ആ വസ്തുവിൻ്റെ ബെസ്റ്റ് ഓഫ് ഹീറ്റ് C ആണെങ്കിൽ ആ ഹീറ്റ് നമ്മൾ MC അല്ലെങ്കിൽ MC ഡെൽറ്റ T എന്നൊക്കെ പറയും. ഈ റൈസ് ടെമ്പറേച്ചറിനെ T എന്നോ ഡെൽറ്റ T എന്നോ വിളിക്കാം. അങ്ങനെ വിളിച്ചാൽ Q = MC T എന്ന് പറയും. സോ വാട്ട് ഈസ് relation between quantity of heat and the rise of temperature? Let M be the mass of a body and C is specific heat. Small c is sufficient. C is specific heat. When it is heated, the heat Q supplied, let Q be the heat supplied and the rise of temperature 1 degree Celsius, then Q is MCT. MC into T, mass into specific heat into rise of temperature. That is the amount of heat supplied. Or we can say if m gram of a substance is heated to T degree C rise of temperature or T K rise of temperature, the heat supplied is MCDT, where C is the specific heat of the substance. Now you see the principle of calorimetry. You know calorimetry is the measurement of heat and its principle is known as principle of mixtures. Calorimetry means measurement of heat, and how will you measure? It has a principle, and that principle is called the principle of method of mixtures. When a hot body is allowed to share heat with a cold body, there is a flow of heat from the hot body to the cold body, and both attain a common temperature. Then heat lost by the hot body is heat gained by the cold body. That is the principle of method of mixtures. ഒരു കോൾഡ് ബോഡിയും ഒരു ഹോട്ട് ബോഡിയും കോണ്ടാക്റ്റിൽ കൊണ്ടുവന്നാൽ അവ കുറച്ച് കഴിയുമ്പോൾ ഒരേ ടെമ്പറേച്ചറായിട്ട് മാറും. കോൾഡ് ബോഡിക്ക് ഹീറ്റ് കിട്ടും, ഹോട്ട് ബോഡിക്ക് ഹീറ്റ് നഷ്ടപ്പെടും. അപ്പോൾ ഹീറ്റ് ലോസ് ഈസ് ഹീറ്റ് ഗെയിൻ ഉണ്ട്. ഇത് നമ്മൾ കലോറിമീറ്ററിൽ ചെയ്യുന്ന പരീക്ഷണങ്ങൾ ചെയ്യുന്നത് ഒരു ഹോട്ട് ബോഡി എപ്പോഴും ഒരു കോൾഡ് ബോഡി മിക്സ് ചെയ്യും. ഒരു ഹോട്ട് ലിക്വിഡ് അല്ലെങ്കിൽ ഒരു കോൾഡ് ലിക്വിഡ് ഹോട്ട് ബോഡിയായിട്ട് മിക്സ് ചെയ്യും. അങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഹോട്ട് ബോഡിക്ക് ഹീറ്റ് നഷ്ടപ്പെടുകയും കോൾഡ് ബോഡിക്ക് ഹീറ്റ് കിട്ടുകയും ചെയ്യും. താപനഷ്ടം സമം താപലാഭം. ഹീറ്റ് ലോസ്റ്റ് ഈസ് ഹീറ്റ് ഗെയിൻഡ്. ദാറ്റ് ഈസ് ദി പ്രിൻസിപ്പിൾ ഓഫ് മെത്തേഡ് ഓഫ് മിക്സ്ചേഴ്സ്. അത് വെച്ചാണ്, ഈ പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് കലോറിമെട്രിയിൽ ഒരു വസ്തുവിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കാണുന്നത്. അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിന് മുമ്പ് എന്താണ് കലോറിമീറ്റർ നോക്കുക. ഈ കലോറിമെട്രിയിലെ പരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ്. കലോറിമീറ്ററിൻ്റെ പടമാണ് കാണിച്ചിരിക്കുന്നത്. ഒരു കോപ്പർ വെസലാണ്. ഒരു 100 ml അല്ലെങ്കിൽ 200 ml കപ്പാസിറ്റി വരും. അതിനകത്തൊരു സ്റ്റിററുണ്ട്. കോപ്പറാണ്, വെസൽ കോപ്പറാണ്, സ്റ്റിറും കോപ്പർ സ്റ്റിറാണ്. അതിനകത്ത് വസ്തു എടുക്കുമ്പോൾ ഇളക്കാനുള്ള ഒരു സംവിധാനമാണ് സ്റ്റിർ എന്ന് പറഞ്ഞാൽ. അത് ഒരു നോൺ കണ്ടക്റ്റിംഗ് എൻക്ലോഷറിൽ വെച്ചിരിക്കുകയാണ്. കാരണം ഹീറ്റ് പുറത്തേക്ക് പോകാനോ പുറത്തുനിന്ന് വരാനോ പാടില്ല. അതുകൊണ്ട് ഈ കോപ്പർ കലോറിമീറ്റർ ഒരു നോൺ കണ്ടക്റ്റിംഗ് എൻക്ലോഷറിൽ നമ്മൾ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഹീറ്റിലെ എല്ലാ പരീക്ഷണവും ചെയ്യുന്നത് ഈ കലോറിമീറ്റർ വെച്ചിട്ടാണ്. നടുക്കൊരു തെർമോമീറ്റർ വെച്ചിട്ടുണ്ട്. അതിനകത്തുള്ള കലോറിമീറ്ററിനകത്തുള്ള വസ്തുവിൻ്റെ ടെമ്പറേച്ചർ അളക്കാൻ വേണ്ടിയാണ് തെർമോമീറ്റർ. So what is calorimeter? Calorimeter is a cylindrical vessel, usually copper vessel, made of metal, usually copper or aluminum. The stirrer of the calorimeter, a stirrer of the same material is also provided. It is placed inside a wooden box provided with wooden lid. ഒരു മൂടിയുള്ള മരത്തിൻ്റെ ഒരു ബോക്സിനകത്താണ് ഈ കലോറിമീറ്റർ വെക്കുന്നത്. അങ്ങനെ വെച്ചാൽ ഈ കണ്ടക്ഷൻ മുഖേന അല്ലെങ്കിൽ റേഡിയേഷൻ മുഖേന ഹീറ്റ് പുറത്തേക്ക് നഷ്ടപ്പെടാതിരിക്കും. അപ്പോൾ ഈ കലോറിമീറ്റർ വെച്ചിട്ടാണ് നമ്മളൊരു വസ്തുവിൻ്റെ സ്പെസിഫിക് കാണുന്ന പരീക്ഷണം ചെയ്യുന്നത് അല്ലെങ്കിൽ മെത്തേഡ് ഓഫ് മിക്സ്ചേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പരീക്ഷണം നമ്മൾ ഇവിടെ പറയുകയാണ്. അപ്പോൾ പരീക്ഷണം ചോദിച്ചാൽ കലോറിമീറ്ററിൻ്റെ പടം കൂടി ഒന്ന് വരച്ചുകൊള്ളണം. When this question is asked, you have to draw the calorimeter diagram also. Experiment to determine specific heat of a solid. ഒരു ഖരവസ്തുവിൻ്റെ, ഒരു സോൾട്ടിൻ്റെ മിക്കവാറും ലക്ഷോട്ടായിരിക്കും. ലക്ഷോട്ടാണെങ്കിൽ സാൻഡ്, ലാബിലേക്ക് കൊടുക്കുന്ന സാൻഡാണ്. സാൻഡ് കൊടുത്തിട്ട് അതിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കാണാൻ പറയും. വാട്ടർ പ്രൊവൈഡ് ചെയ്യും, കലോറിമീറ്ററൊക്കെ പ്രൊവൈഡ് ചെയ്യും. വസ്തു ചൂടാക്കി തരാനുള്ള സംവിധാനം ഉണ്ടാകും. When salt is in the form of a small
pieces. It is heated in a steam heater. ഒരു പ്രത്യേകം സ്റ്റീം ഹീറ്ററിനകത്ത് ചൂടാക്കിയ സ്റ്റീം ഹീറ്ററിൻ്റെ പടമൊക്കെ ഉണ്ട്. അത് ഞാനിവിടെ വരച്ചിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ല. വസ്തു ചൂടാക്കിയെന്ന് പറഞ്ഞാൽ മതി. Then an empty calorimeter with the stir is weighed. It is taken and weighed. ഒരു കലോറിമീറ്റർ സ്റ്റിർ സഹിതം എടുക്കുക, തൂക്കുക. അതിൻ്റെ വെയിറ്റ് W1. തൂക്കാനായിട്ട് നമ്മളൊരു സെൻസിറ്റീവ് കോമൺ ബാലൻസ് ഉപയോഗിക്കണം. ഇറ്റ് ഈസ് പാർട്ട്ലി ഫിൽഡ് വിത്ത് വാട്ടർ. ഒരു 2/3 വാട്ടർ എടുക്കണം. ഇറ്റ് ഈസ് partly filled with water and weighed again, W2. It is placed in an enclosure and the initial temperature 2 degrees is noted. അത് ആ മരത്തിൻ്റെ പെട്ടിക്കകത്ത് വെച്ചിട്ട്, വുഡൻ ബോക്സിനകത്ത് വെച്ചിട്ട് ടെമ്പറേച്ചർ നോക്കുക തെർമോമീറ്റർ ഉപയോഗിച്ച്. When the temperature of the salt is steady, നമ്മൾ പ്രത്യേകം ചൂടാക്കുന്ന സോൾട്ട് ഉണ്ട്, അത് നമ്മൾ 100 ഡിഗ്രി സിയിലേക്ക് ചൂടാക്കുന്നത്. ആ ടെമ്പറേച്ചറിനെ T2 എന്ന് പറയാം. ഇറ്റ് ഈസ് നോട്ട് ആസ് T2. ഇറ്റ് ഈസ് ദെൻ ക്വിക്ക്ലി ട്രാൻസ്ഫർഡ് ഇൻ ടു ദി കലോറിമീറ്റർ. അത് പെട്ടെന്ന് കലോറിമീറ്ററിലേക്ക് മാറ്റുക. മാറ്റുന്ന സമയത്ത് ഒട്ടും തന്നെ ഹീറ്റ് നഷ്ടപ്പെടാതെ നോക്കണം. ദ കണ്ടൻസ് ആർ സ്റ്റിർഡ് വെൽ അഗെയിൻ ആൻഡ് റിസൾട്ടിംഗ് ടെമ്പറേച്ചർ T3 is noted. The calorimeter with its contents is weighed again, W3. അപ്പോൾ നമ്മൾ ഈ വസ്തു ഇളക്കി അതിൻ്റെ ടെമ്പറേച്ചർ, ഫൈനൽ റിസൾട്ടിംഗ് ടെമ്പറേച്ചർ T3 കണ്ടുപിടിക്കണം. കലോറിമീറ്ററും കണ്ടൻസും പിന്നെയും ഒന്ന് തൂക്കണം, തണുപ്പിച്ചിട്ട് തൂക്കണം. ഒരു കാൽക്കുലേഷൻ ഇതാണ്. എങ്ങനെയാണ് ഇപ്പോൾ സൂര്യനാണെന്ന് നോക്കുക. മാസ് ഓഫ് എവരി കലോറിമീറ്റർ വിത്ത് സ്റ്റീറർ W1, calorimeter with plus water W2, temperature of water initially T1 degree centigrade, temperature of hot salt T2 degrees Celsius, or resulting temperature T3 degrees Celsius, mass of calorimeter plus water plus salt W3 kilogram. So mass of water alone W2 minus W1, we say W kilogram. Mass of salt alone W3 minus W2, say M kilogram. Let C1 be the specific heat capacity calorimeter and C2 that water and C is specific heat of salt. 3 specific heat നമ്മൾ അസ്യൂം ചെയ്യണം. അസ്യൂം ചെയ്യൽ 2 അസ്യൂം ചെയ്യണം. C ആണ് കാണാൻ പോകുന്നത്. C1 കോപ്പറിൻ്റെ specific heat ആണ്. അത് ഒരു 390 ജൂൾ kg/1 ആണ്. വാട്ടറിൻ്റെത് ഇവിടെ C2 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് 40 to 100 4200 ജൂൾ kg/1 kg/1. അത് നോട്ട് ചെയ്യണം. Then heat loss by salt, MCT formula. We apply the MCT formula. Mass into specific heat into decrease of temperature, T2 minus T3. Heat gain by calorimeter and water. ആദ്യത്തെ കലോറിമീറ്ററിൻ്റെ ടേമാണ്, രണ്ടാമത്തെ വാട്ടറിൻ്റെ ടേമാണ്. W1 C1 into T3 minus T1 plus MC2. The second is മാസ് റിട്ടേൺ ഈസ് ഈക്വൽ ടു, നോക്കിയേ, നമ്മൾ കലോറിമീറ്റർ മാസ് W എന്നും രണ്ടാമത്തെ മാസ് M എന്നുമാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ അവിടെ വ്യത്യാസം വരും. ഇവിടെ സിമ്പിൾ എഴുതിയിരിക്കുന്നത് W1 മൈനസ് W, മറ്റേ M എന്നാണ്. അപ്പോൾ ആ മാറ്റം താഴെ വരുത്തിയിട്ടില്ല, അത് നമ്മൾ വരുത്തേണ്ടി വരും. നോക്കിയേ, ഇവിടെ W1 C1 into T3 minus T1 plus MC2. You have to write MC2. വാട്ടർ മാസ് നമ്മൾ M എന്നാണ് എടുത്തത്. വാട്ടർ മാസ് M ആണ്. നോക്കിയേ, വാട്ടറിൻ്റെ മാസാണ് W, കലോറിമീറ്ററിന് W1. അപ്പോൾ ശരിയാണ്. സോൾട്ടിൻ്റെ മാസാണ് M. അപ്പോൾ ശരിയായിട്ടുണ്ട്, അതിരുത്തൊന്നുമില്ല. Heat loss to be salt എഴുതി. Heat gain to be calorimeter and water W1 C1 T3 minus T1 plus WC2 water mass into T3 minus T1. T3 minus T1 is taken as con factor. We get W1 C1 plus MWC2 into T3 minus T1. Heat loss is heat gained. That is the principle of method of mixtures, or that is the principle of calorimetry. So we write MC into T2 minus T3 is W1 C1 plus WC2 into T3 minus T1. We find C W1 C1 plus WC2 into T3 minus T1 by M into T2 minus T3. That is the formula. And when we do this experiment, there are some errors.
പോസിബിൾ എറേഴ്സ് ആൻഡ് വി ഹാവ് ടു ടേക്ക് സം പ്രിക്കോഷൻസ്. അപ്പോൾ നമ്മൾ ഈ പരീക്ഷണം ചെയ്യുമ്പോൾ ഹീറ്റ് നഷ്ടപ്പെടാൻ ചില കാരണങ്ങളുണ്ട്. അതുകൊണ്ട് ചില മുൻകരുതൽ നമ്മൾ സ്വീകരിക്കേണ്ടി വരും. എന്തൊക്കെയാണ് മുൻകരുതൽ എന്ന് നോക്കാം. To minimize loss of heat due to conduction and convection, the calorimeter is placed in a wooden vessel packed with some non-conducting materials like a felt or cotton. അപ്പോൾ ഹീറ്റ് നഷ്ടപ്പെടാതിരിക്കാനായിട്ട് നമ്മൾ കലോറിമീറ്റർ ഒരു വുഡൻ ബോക്സിനകത്ത് വെക്കണം. ആ വുഡൻ ബോക്സിനകത്ത് കോട്ടണോ ഫിൽറ്റൊക്കെ വെച്ചിരിക്കണം. അല്ലെങ്കിൽ ഹീറ്റ് നഷ്ടപ്പെട്ടു പോകും കൺവെക്ഷൻ മുഖേന. Even with these precautions, there may be heat losses to the surroundings. Hence, a cooling correction must be applied to the resulting maximum temperature. അപ്പോൾ എന്തെല്ലാം മുൻകരുതൽ സ്വീകരിച്ചാലും കുറച്ച് ഹീറ്റ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടൊരു കൂളിംഗ് കറക്ഷൻ അപ്ലൈ ചെയ്യണം. കൂളിംഗ് കറക്ഷൻ പല കറക്ഷനുണ്ട്, ഹാഫ് ആർട്ടി കറക്ഷനുണ്ട്, ബാർട്ടൺസ് കറക്ഷനുണ്ട്. അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ സിലബസിൽ പറയുന്നില്ല. അപ്പോൾ ഇത്രയൊന്നും ഓർത്താൽ മതി. ഇനി സ്പ്ലാഷിങ് ഓഫ് വാട്ടർ ഔട്ട് ഓഫ് കലോറിമീറ്റർ മസ്റ്റ് ബി അവോയ്ഡ്. ഇപ്പം എന്ത് ചെയ്യുന്നതിനും ഒരു സാവകാശം വേണം. നമ്മൾ കലോറിമീറ്ററിലേക്ക് സോൾട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിൽ നിന്ന് വെള്ളം തുളുമ്പി അല്ലെങ്കിൽ ചാടി പുറത്തേക്ക് പോകാതെ നോക്കണം. കെയർഫുള്ളായിട്ട് ചെയ്യണം, പതുക്കെ ചെയ്യണം. ടെമ്പറേച്ചർ ഷുഡ് ബി മെഷേർഡ് ആക്യുറേറ്റ്ലി. തെർമോമീറ്റർ വളരെ കൃത്യതയുള്ളതായിരിക്കണം. ടെമ്പറേച്ചറാക്കാനായിട്ട് പിശകുണ്ടായാൽ നമ്മുടെ ആൻസറിൽ പിശകുണ്ടാകും. ഇനി രണ്ട് ഡെഫിനിഷൻ കേട്ടോ. ഈ ലേറ്റൻ്റ് ഹീറ്റ് എന്ന് പറയും. ലേറ്റൻ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഓഫ് ഐസ്, ലേറ്റൻ്റ് ഹീറ്റ് ഓഫ് ഐസ് എന്ന് പറയും, അല്ലെങ്കിൽ ലേറ്റൻ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഓഫ് ഐസ്. അതായത് ഈ വസ്തുക്കളുടെ ഒരു 3 സ്റ്റേറ്റുകളാണ് സോൾട്ട്, ലിക്വിഡ്, ഗ്യാസ്. ഇപ്പോൾ വാട്ടറിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഐസ്, വാട്ടർ, സ്റ്റീം. അപ്പോൾ ഐസിൽ നിന്ന് വാട്ടറിലേക്ക് മാറുമ്പോഴും അതുപോലെ വാട്ടറിൽ നിന്ന് സ്റ്റീമിലേക്ക് മാറുമ്പോഴും ലേറ്റൻ്റ് ആയിട്ട് കുറച്ച് ഹീറ്റ് വരുന്നുണ്ട്. ലേറ്റൻ്റ് ആയിട്ട് അപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇത് പറയാം. ഇപ്പോൾ നമ്മൾ ഒരു ടെസ്റ്റ് ട്യൂബിനകത്ത് കുറച്ച് വാക്സ് എടുക്കുക, വാക്സ് പൗഡർ എടുക്കുക, ചൂടാക്കുക, ഒരു തെർമോമീറ്റർ വെച്ചിട്ട് അത് പിന്നെ ടെസ്റ്റ് ട്യൂബ് ചൂടാക്കുക. ചൂടാക്കുമ്പോൾ ഈ തെർമോമീറ്റർ റീഡിങ് കൂടുന്നത് കാണാം, വാക്സിൻ്റെ ടെമ്പറേച്ചർ കൂടുന്നത് കാണാം. ഒരു 56 കഴിഞ്ഞാൽ 56 ഡിഗ്രി വാക്സിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റാണ്. അപ്പോൾ 56 ഡിഗ്രി സീയിൽ നമ്മൾ ചൂടാക്കിക്കൊണ്ടിരുന്നാലും അവിടെ തെർമോമീറ്റർ റീഡിങ് കാണിക്കത്തില്ല, ഉയരില്ല. പിന്നെ ഈ വാക്സ് പൂർണ്ണമായിട്ട് ഉരുകിക്കഴിയുമ്പോൾ വീണ്ടും ടെമ്പറേച്ചർ തെർമോമീറ്ററിൽ കൂടുന്നത് കാണാം. അപ്പോൾ 56 ഡിഗ്രിയിൽ നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് എവിടെ പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹിഡനാണ്. ഉരുകാൻ വേണ്ടി ഉപയോഗിക്കും. ഇങ്ങനെ ഉരുകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഹീറ്റിന് ലേറ്റൻ്റ് ഹീറ്റ് എന്നാണ് പറയുന്നത്. ലേറ്റൻ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ വെച്ചാൽ ഉരുക, മെൽറ്റിംഗ് ആണ്. ഐസിനുണ്ട്. ഐസ് ഉരുകുമ്പോൾ ഇങ്ങനെ കുറച്ച് ഹിഡൻ ഹീറ്റുണ്ട്. വാട്ടർ 100 ഡിഗ്രി സെയിലുള്ളത് സ്റ്റീമായിട്ട് മാറുമ്പോഴും ഇങ്ങനെ ഒരു ഹിഡൻ ഹീറ്റുണ്ട്. ഈ ഹിഡൻ ഹീറ്റിനെ, ലേറ്റൻ്റ് ഹീറ്റിനെ വിളിക്കുന്ന പേരാണ് ലേറ്റൻ്റ് ഹീറ്റ്. അത് നമ്മൾ ഡിഫൈൻ ചെയ്യാണ്. ഐസിന് ലേറ്റൻ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഓഫ് ഐസ്, സ്റ്റീമിന് ലേറ്റൻ്റ് ഹീറ്റ് ഓഫ് സ്റ്റീം എന്ന് പറയും. What is specific latent heat of fusion of ice? It is the quantity of heat required to convert 1 gram of ice at 0 degree Celsius to water at the same temperature. 0 ഡിഗ്രി സെൽഷ്യസിലുള്ള 1 കിലോഗ്രാം ഐസിനെ അതേ ഊഷ്മാവുള്ള വാട്ടറാക്കി മാറ്റാൻ ആവശ്യമായ ഹീറ്റാണ് ഈ ലേറ്റൻ്റ് ഹീറ്റ് ഓഫ് ഐസ്. അതിൻ്റെ വാല്യൂ 336 × 10 ക്യൂബ്ഡ്, അങ്ങനെ പറയാം. 336 × 10 ക്യൂബ്ഡ്, 336 × 10 ക്യൂബ്ഡ്, അല്പം വലിയ സംഖ്യയാണ്, ജൂൾ പെർ kg. അതേപോലെ സ്പെസിഫിക് ഹീറ്റ്, ലേറ്റൻ്റ് ഹീറ്റ് ഓഫ് സ്പെസിഫിക് ലേറ്റൻ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ വാട്ടർ ഉണ്ട്, അല്ലെങ്കിൽ ലേറ്റൻ്റ് ഹീറ്റ് ഓഫ് സ്റ്റീം. The first one is latent heat of ice, second is latent heat of steam. It is the amount of quantity of heat required to convert unit to mass 1 kilogram of water at 100 degree centigrade into steam at the same temperature. Its value is 2268. മറ്റേതിനേക്കാൾ കൂടുതലാണ്. ഐസിൻ്റെ വാല്യൂവിനൊക്കെ കൂടുതലാണ്. 2268 × 10 ക്യൂബ്ഡ് ജൂൾ പെർ kg. ഈ രണ്ട് ഡെഫിനിഷനും പഠിക്കുക. കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടതില്ല എന്നാണ് സിലബസ് പ്രകാരം കാണുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉത്തരമെല്ലാം അറിയാവുന്ന നോക്കുക. ആദ്യം ഒരു ലോങ് ആൻസർ ക്വസ്റ്റ്യൻ ആണ്, എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഡിസ്ക്രൈബ് ദി മെത്തേഡ് ഓഫ് മിക്സ്ചേഴ്സ് ടു ഫൈൻഡ് ദി സ്പെസിഫിക് ഹീറ്റ് ഓഫ് എ സബ്സ്റ്റൻസ്. നമ്മൾ പറഞ്ഞ ആ കലോറിമെട്രി പരീക്ഷണം, അതിൻ്റെ കാൽക്കുലേഷൻ സഹിതം പഠിക്കണം. ഇനിയെല്ലാം ഷോർട്ട് ആൻസറാണ്. ഡിഫൈൻ ഹീറ്റ് കപ്പാസിറ്റി ആൻഡ് വാട്ടർ ഇക്വലൻറ്റ്,
Give an expression for amount of heat. MCDT എന്നുള്ള equation. Number 4. What is the principal method of mixtures? Number 5. Define latent heat of fusion of ice. 6. Define latent heat of steam. These are the questions. That is all with your 91st class. 91th class. We continue our topic. Thank you very much.